ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സ്വാഗതം. എനിക്ക് ഉത്തപ്പമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇന്നലെ അരച്ച് വെച്ച ദോശമാവ് കോരി ഒഴിച്ചു. അതിലേക്ക് ക്യാരറ്റ്, പച്ചമുളക്, സവാള, കരിവേപ്പില എല്ലാം അരിഞ്ഞ് വെച്ചത് വിതറിക്കൊടുത്തു. ശേഷം കുറച്ച് നെയ്യ്, വെണ്ണ തെറ്റിപ്പോയി, വെണ്ണ ഇട്ടു. ശേഷം അതിനെ ഒന്ന് തിരിച്ചിട്ടിട്ട് പ്രസ് ചെയ്തെടുത്ത് കഴിയുമ്പോൾ ഊത്തപ്പം, നല്ല മുരിഞ്ഞ ഊത്തപ്പം റെഡിയാണ് കേട്ടോ. അങ്ങനെ ഓരോന്നായിട്ട് ഞാൻ ഒഴിച്ചു. വെജിറ്റബിൾ കൂട്ടിട്ടു. സവാള, ക്യാരറ്റ്, പച്ചമുളക്, കരിവേപ്പിലയാണ്. അതിലേക്ക് വെണ്ണയാണ് ഇടുന്നത്. വെണ്ണയിട്ട് തിരിച്ചിട്ട് ഓരോന്നായിട്ട് ചുട്ടെടുത്തു. അങ്ങനെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാണ്. ഇന്ന് രാവിലെ ഇപ്പോൾ നമ്മൾ ഉത്തപ്പമാണെങ്കിലും ദോശ ആണെങ്കിലൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരെണ്ണം എടുത്ത് കഴിഞ്ഞാൽ കുറച്ച് വെള്ളം, 1 ടേബിൾ സ്പൂൺ വെള്ളം മതി ആ കല്ലിലോട്ട് ഒഴിക്കുമ്പോൾ അതൊന്ന് തിളച്ചിങ്ങനെ വരുമ്പോൾ. എന്നിട്ടതിന് ചട്ടുകം കൊണ്ട് നീക്കുകയോ അല്ലെങ്കിൽ ഒരു തുണി വെച്ച് തുടയ്ക്കുകയോ, നല്ല തുണി എടുത്ത് തുടയ്ക്കണം കേട്ടോ. നമുക്ക് തിന്നാനുള്ള സാധനങ്ങളാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് നല്ല തുണി കൊണ്ടൊന്ന് ഒപ്പിയെടുക്കുക ആ വെള്ളത്തിന്. അല്ലെങ്കിൽ ചട്ടുകം കൊണ്ടൊന്ന് നന്നായിട്ടൊന്ന് തേച്ച് കൊടുത്താൽ മതി കല്ലിൽ. അപ്പോൾ തന്നെ അതങ്ങ് മാറിപ്പോയിക്കോളും. അങ്ങനെയാകുമ്പം ഒരെണ്ണം പോലും ദോശക്കല്ലിൽ പിടിക്കാതെ കറക്റ്റായിട്ട് നമുക്ക് ഉത്തപ്പം റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ ഓരോന്നായിട്ട് ഉണ്ടാക്കി എടുത്തു. ചൂടോടെ സാമ്പാറും കൂട്ടി കഴിക്കാം. എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്യണേ. ഞാൻ പുതിയ വീഡിയോയുമായിട്ട് വരുന്നതാണ്. കുറച്ച് ദിവസം ഇനി യാത്രയിലാണ്. യാത്രയിലുള്ള വീഡിയോസ് ഇടാം. കുറച്ച് ദൂരെ പോകുന്നു, ഡൽഹി വരെ പോകുന്നു. അവിടെ നിന്ന് പോകാൻ പറ്റുന്ന സ്ഥലത്തൊക്കെ പോയി ഫോട്ടോയും വീഡിയോയും എല്ലാമായിട്ട് ഞാൻ വരാം. അതുവരെ ഈ ഉത്തപ്പവും കഴിച്ച് റെസ്റ്റ് എടുത്തോളൂ എല്ലാവരും. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ. നേരത്തെ തരുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, നാട്ടിലത്തെ ഇന്നിപ്പോൾ ഊത്തപ്പം ഉണ്ടാക്കിയതോടുകൂടി നാട്ടിൽ നിന്നുള്ള കുക്കിങ് കഴിഞ്ഞു. അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ അങ്ങനെ പറയുന്നത് കേട്ടോ. ഇനി പോകുന്ന സ്ഥലത്ത് നിന്ന് എടുക്കുന്ന ഫോട്ടോയുമായിട്ട് വരാം.